വെൽക്കം ബാക്ക് ടു PSC പീഡിക. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ജൂലൈ മാസത്തെ 6ാമത്തെ ക്ലാസ്സാണിത്. ബാക്കി 5 ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നിസാർ ഉപഗ്രഹത്തെക്കുറിച്ചാണ്. നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നതാണ് നിസാറിൻ്റെ പൂർണ്ണരൂപം. നാസയും ISROയും ചേർന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് നിസാർ ഉപഗ്രഹം. ഇതിൻ്റെ വിക്ഷേപണ തീയതി 2025 ജൂലൈ 30-നാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം GSLV F-16 ആണ്. GSLVയുടെ 18ാമത് വിക്ഷേപണമാണിത്. അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 102ാമത് വിക്ഷേപണമാണ് നിസാർ ഉപഗ്രഹം. നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. നാസയും ISROയും ചേർന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ്. വിക്ഷേപണ തീയതി 2025 ജൂലൈ 30. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന്. വിക്ഷേപണ വാഹനം GSLV F-16 ആണ്. GSLVയുടെ 18ാമത് വിക്ഷേപണമാണ്. അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 102ാമത് വിക്ഷേപണമാണ് നിസാർ എന്ന ഉപഗ്രഹം. നിസാർ ഉപഗ്രഹത്തിൻ്റെ കാലാവധി 5 വർഷമാണ്. നിസാർ ഉപഗ്രഹം ഇരട്ട ഫ്രീക്വൻസിയുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മണ്ണിടിച്ചിൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയവ നിരീക്ഷിക്കുക എന്നതാണ് നിസാർ ഉപഗ്രഹത്തിൻ്റെ പ്രധാനമായ ദൗത്യം. ഈ സമയത്തെ നിസാർ ഉപഗ്രഹ വിക്ഷേപണ സമയത്തെ നാസ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് സംഘമിത്ര ദത്തയായിരുന്നു. പ്രോജക്റ്റ് മാനേജർ ഫിൽ ബരേലയാണ്. ISRO ചെയർമാൻ V നാരായണുമായിരുന്നു. അടുത്തത് 2025 ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിക്കുന്ന യുദ്ധവിമാനമാണ് MiG-21. MiG-21 ആണ് 2025 ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിക്കുന്ന യുദ്ധവിമാനം. 2025 സെപ്റ്റംബറോട് കൂടിയാണ് വിരമിക്കാനിരിക്കുന്നത്. നെക്സ്റ്റ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ മേധാവി അജയ് സേത്ത് ആണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ മേധാവി അജയ് സേത്ത്. ഇൻഷുറൻസ് മേഖലയിലെ നിയന്ത്രണ ഏജൻസിയാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ അതിൻ്റെ തലവനായി നിയമിതനായിരിക്കുകയാണ് അജയ് സേത്ത്. അടുത്തത് 2025 ജൂലൈയിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം UK ആണ്. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ഓർക്കുക? ഇന്ത്യയും UKയുമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരങ്ങൾ കൂട്ടാൻ വേണ്ടിയുള്ള സ്വതന്ത്ര വ്യാപാര കരാറാണിത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് നിലവിൽ UKയിൽ 8 മുതൽ 12% വരെ ഇറക്കുമതി നികുതി വരുന്നത്. ഈ നികുതി നീക്കം ചെയ്യുമെന്നുള്ള വ്യവസ്ഥ ഈ കരാറിലുണ്ട്. മറ്റൊന്ന്, ബ്രിട്ടീഷിൻ്റെ 6 യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിതമാകൂ എന്നുള്ളതാണ്. പിന്നെ സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ടുകൾ, തുകൽ ഉൽപ്പന്നങ്ങൾക്കും UKയിൽ നികുതി ഇല്ലാതാക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യമാണ് ഇംബേഷ്യസ് അച്യുതാനന്ദിനി. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു പുതിയ ഇനം കാശിത്തുമ്പയ്ക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഇംബേഷ്യസ് അച്യുതാനന്ദിനി എന്ന് പേര് നൽകി. അപ്പോൾ നമുക്കറിയാം 2025 ജൂലൈ 21-നാണ് VS അച്യുതാനന്ദൻ അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യമാണ് ഇംബേഷ്യസ് അച്യുതാനന്ദിനി. നെക്സ്റ്റ്, എൻ്റെ ജീവിത പദങ്ങൾ എന്ന ആത്മകഥയുടെ രചയിതാവ് പ്രൊഫസർ PS വേലായുധനാണ്. എൻ്റെ ജീവിത പദങ്ങൾ എന്ന ആത്മകഥയുടെ രചയിതാവാണ് പ്രൊഫസർ PS വേലായുധൻ. ഈ ആത്മകഥ ഇപ്പോൾ പുനഃപ്രസിദ്ധീകരിക്കുകയാണ്. സാമൂഹ്യ നേതാക്കളായുള്ള ഇക്കണ്ട വാര്യർ, K മാധവൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവരെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിത പദങ്ങൾ എന്ന ആത്മകഥയുടെ രചയിതാവ് പ്രൊഫസർ PS വേലായുധനാണ്. അടുത്തത്, ദേശീയ സഹകരണ നയം 2025 പുറത്തിറക്കിയത് 2025 ജൂലൈ 24-നാണ്. ദേശീയ സഹകരണ നയം 2025 പുറത്തിറക്കിയത് 2025 ജൂലൈ 24-നാണ്. ഇത് പുറത്തിറക്കിയത് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയായ അമിത് ഷായാണ്. 2002-ലാണ് ഇന്ത്യ ആദ്യമായി സഹകരണ പോളിസി പുറത്തിറക്കുന്നത്. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷം കൂടിയാണെന്ന് ഓർത്തു വെക്കുക. ഈ സഹകരണ നയത്തിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സുരേഷ് പ്രഭാകർ പ്രഭു ആണ്. അപ്പോൾ ദേശീയ സഹകരണ നയം 2025 പുറത്തിറക്കിയത് 2025 ജൂലൈ 24-നാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നിയമനം നൽകരുതെന്ന് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയ രാജ്യം US ആണ്. ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നിയമനം നൽകരുതെന്ന് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയ രാജ്യം US ആണ്. ചൈനയിൽ അവരുടെ കമ്പനികൾ സ്ഥാപിക്കരുതെന്നും ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നിയമനം നൽകരുതെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പകരം അവിടെയുള്ള പൗരന്മാർക്ക് തന്നെ തൊഴിലവസരം നൽകണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, 2025 ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് നിതിൻ ഗഡ്കരിയാണ്. 2025 ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. ഈ അവാർഡിൻ്റെ പ്രൈസ് മണി 1 ലക്ഷം രൂപയാണ്. ബാലഗംഗാധര തിലകിൻ്റെ ചരമദിനമായ ഓഗസ്റ്റ് 1-നാണ് ഇത് സമർപ്പിച്ചത്. ഇത് 2024 ലഭിച്ചത് സുധാമൂർത്തിക്കാണ്.
2023 നരേന്ദ്രമോദിക്ക്. അപ്പോൾ ലോകമാന്യ തിലക് അവാർഡ് 2023 നരേന്ദ്രമോദിക്ക് ലഭിച്ചു. 2024 സുധാമൂർത്തിക്ക് ലഭിച്ചു. 2025 ലഭിച്ചത് നിതിൻ ഗഡ്കരിക്കാണ്. നെക്സ്റ്റ്, പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ G7 രാജ്യം ഫ്രാൻസ് ആണ്. പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ G7 രാജ്യമാണ് ഫ്രാൻസ്. ഇനി പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ രാജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ അത് റഷ്യയാണ്. പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ രാജ്യം റഷ്യയും സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ G7 രാജ്യം ഫ്രാൻസുമാണ്. അടുത്തത്, നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2025 ജൂലൈ 23-നാണ്. 2025 ജൂലൈ 23-നാണ് നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ എല്ലാ കായിക സംഘടനകളെയും നിയന്ത്രിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ബില്ലാണിത്. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2025 ജൂലൈ 23-നാണ്. കേന്ദ്ര കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഈ ബില്ല് അവതരിപ്പിച്ചതെന്ന് കൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ കെ മധു ആണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനാണ് കെ മധു. ഷാജി എൻ കരുണിൻ്റെ വിയോഗത്തെ തുടർന്നാണ് ഈ സ്ഥാനത്തേക്കുള്ള നിയമനം നടന്നിരിക്കുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനാണ് കെ മധു. അടുത്തത്, 2025 ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതുള്ളത് സിംഗപ്പൂരാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് ചോദിച്ചാൽ അത് സിംഗപ്പൂരിൻ്റെയാണ്. സിംഗപ്പൂർ പാസ്പോർട്ട് ഉള്ള ഒരാൾക്ക് 193 രാജ്യങ്ങളിൽ വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ടാം സ്ഥാനത്ത് 2 രാജ്യങ്ങളാണുള്ളത്, ജപ്പാനും ദക്ഷിണ കൊറിയയുമാണ്. ഇവർക്ക് 190 രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. ഇനി നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 77ആണ്. 59 രാജ്യങ്ങളിൽ വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. അപ്പോൾ 2025 ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതുള്ളത് സിംഗപ്പൂരാണ്. രണ്ടാമത് 2 രാജ്യങ്ങളുണ്ട്, ജപ്പാനും ദക്ഷിണ കൊറിയയുമാണ്. ഇന്ത്യയുടെ സ്ഥാനം 77ആണ്. നെക്സ്റ്റ്, മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കാലയളവ് നീട്ടിയിരിക്കുകയാണ്. മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നത് 2025 ഫെബ്രുവരി മാസം 13-ാം തീയതിയായിരുന്നു. ഇപ്പോൾ അത് 2026 ഫെബ്രുവരി 13 വരെ നീട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സ്റ്റേറ്റ് മണിപ്പൂരാണ്. അത് 11 തവണയാണെന്ന് കൂടി ഓർത്തു വെക്കുക. അടുത്തത്, അനുഷ്ഠാന കലയായ അയ്യപ്പൻ തീയാട്ടിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിത ആര്യാദേവിയാണ്. അനുഷ്ഠാന കലയായ അയ്യപ്പൻ തീയാട്ടിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിതയാണ് ആര്യാദേവി. അപ്പോൾ ആര്യാദേവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അയ്യപ്പൻ തീയാട്ടാണ്. അടുത്തത്, 2025 വനിതാ യൂറോ കപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. 2025 വനിതാ യൂറോ കപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. ഫൈനലിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തി. അപ്പോൾ റണ്ണറപ്പായത് സ്പെയിനാണ്. വേദി ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡായിരുന്നു. 2025 വനിതാ യൂറോ കപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. റണ്ണറപ്പായത് സ്പെയിനാണ്. വേദി സ്വിറ്റ്സർലൻഡായിരുന്നു. ഇനി 2024 പുരുഷ യൂറോ കപ്പിൽ ഏറ്റുമുട്ടിയത് സ്പെയിനും ഇംഗ്ലണ്ടുമാണ്. ഫൈനലിൽ ജേതാക്കളായത് സ്പെയിനാണെന്ന് കൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ്, 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിൻ്റെ വേദി അബുദാബിയാണ്. 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിൻ്റെ വേദി അബുദാബിയാണ്. അടുത്തത്, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുതുമലയിലെ ശ്മശാനഭൂമിക്ക് നൽകിയ പേര് ജൂലൈ 30 ഹൃദയഭൂമി എന്നാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുതുമലയിലെ ശ്മശാനഭൂമിക്ക് നൽകിയ പേര് ജൂലൈ 30 ഹൃദയഭൂമി എന്നാണ്. 2025 ജൂലൈ 30-ന് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. ഈ ദുരന്തം നടന്നത് 2024 ജൂലൈ 30-നാണെന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ്, കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന സർവാംഗസേനയാണ് രുദ്ര ബ്രിഗേഡ്. കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന സർവാംഗസേനയാണ് രുദ്ര ബ്രിഗേഡ്. ഇത് പ്രഖ്യാപിച്ചത് 2025 കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2025 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം വേദ കൃഷ്ണമൂർത്തിയാണ്. 2025 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം വേദ കൃഷ്ണമൂർത്തിയാണ്. അപ്പോൾ വേദ കൃഷ്ണമൂർത്തി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, 2025 ജൂലൈയിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ മഹാദേവ് എന്നുള്ള സൈനിക നടപടിയാണ്. 2025 ജൂലൈയിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ മഹാദേവ്. 2025 ജൂലൈയിലാണ്. ഇതുവഴി പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയാവുന്ന വ്യക്തി ഉൾപ്പെടെ 3 പേരെയാണ് ഇന്ത്യൻ സൈന്യം വധിച്ചത്.
ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ മഹാദേവ് താഴ്വരയിൽ ഈ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന മുന്നറിയിപ്പിലൂടെയാണ് ഇന്ത്യ സൈന്യം അവരെ വധിച്ചത്. അപ്പോൾ ഈ നടപടിക്ക് നൽകിയ പേര് ഓപ്പറേഷൻ മഹാദേവ് എന്നായിരുന്നു. നെക്സ്റ്റ്, തദ്ദേശീയ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ ബോധവൽക്കരണ പരിപാടിയാണ് ലീപ് കേരള. തദ്ദേശീയ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ ബോധവൽക്കരണ പരിപാടിയാണ് ലീപ് കേരള. ഇതിൻ്റെ ലക്ഷ്യം ഓർക്കുക. വോട്ടർ പട്ടികയുടെ നടപടിക്രമങ്ങളും ഓരോ തെരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പരമാവധി കോളേജ് വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നൊരു ലക്ഷ്യവും ഇതിനുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ തദ്ദേശീയ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ ബോധവൽക്കരണ പരിപാടിയാണ് ലീപ് കേരള. നെക്സ്റ്റ്, വനിതാ ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ് ആണ്. വനിതാ ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. ചെസ് ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആയിരിക്കുകയാണ് ദിവ്യ ദേശ്മുഖ്. ആദ്യമായിട്ടാണ് ഫൈനലിൽ ഇന്ത്യക്കാർ തമ്മിലൊരു മത്സരം നടക്കുന്നത്. ദിവ്യ ദേശ്മുഖും കൊനേരു ഹംപിയുമായിട്ടായിരുന്നു. വനിതാ ചെസ് ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്ന ആദ്യ ഇന്ത്യക്കാരി കൊനേരു ഹംപിയും ഫൈനലിലേക്ക് കടന്ന ആദ്യ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖുമാണ്. ഇവർ തമ്മിലാണ് അവസാന മത്സരം നടന്നത്. കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖാണ്. ഇതോടുകൂടി ഇന്ത്യയുടെ 88ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുകയാണ് ദിവ്യ ദേശ്മുഖ്. ഇന്ത്യയിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 4ാമത്തെ വനിത കൂടിയാണ് ദിവ്യ ദേശ്മുഖ്. നെക്സ്റ്റ്, ബ്രേക്കിംഗ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് രാജീവ് മൽഹോത്രയും അരവിന്ദ് നീലകണ്ഠനും ചേർന്നാണ്. ബ്രേക്കിംഗ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് രാജീവ് മൽഹോത്രയും അരവിന്ദൻ നീലകണ്ഠനും ചേർന്നാണ്. നമ്മളിപ്പോൾ ഇത് പറയാൻ കാരണം ഈ പുസ്തകം ഇപ്പം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുകയാണ്. അടുത്തത് 2025 ജൂലൈയിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനും ചിന്തകനുമായ വ്യക്തിയാണ് മേഘനാഥ് ദേശായി. 2025 ജൂലൈയിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനും ചിന്തകനുമായ വ്യക്തി മേഘനാഥ് ദേശായിയാണ്. നെക്സ്റ്റ്, 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് KR മീരയാണ്. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് KR മീര. നമുക്കറിയാം, ആരാച്ചാർ പോലെയുള്ള വലിയ വലിയ എഴുത്തുകൾ നടത്തിയ എഴുത്തുകാരിയാണ് KR മീര. KR മീരയ്ക്ക് 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ഒരു പുരസ്കാരം നൽകിയത്. ഇത് ആരംഭിച്ചത് 2024ലാണ്. ബുക്ക് ബ്രഹ്മ പുരസ്കാരം ആരംഭിച്ചത് 2024ലാണ്. ഇത് ആദ്യം ലഭിച്ചത് 2024 ലഭിച്ചത് B ജയമോഹനാണ്. ഇദ്ദേഹം തമിഴ് സാഹിത്യകാരനാണ്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ബുക്ക് ബ്രഹ്മ പുരസ്കാരം. ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കൂടിയാണ് KR മീര. ഇതിൻ്റെ സമ്മാനത്തുക 2 ലക്ഷം രൂപയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് 2024 ചിത്രങ്ങൾക്കുള്ള 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ്. ഇതിലെ മികച്ച നടൻ ആസിഫ് അലിയാണ്. കിഷ്കിന്ധകാണ്ഡം, ലെവൽ ക്രോസ് എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനത്തിനാണ് ആസിഫ് അലിക്ക് ഈ അവാർഡ് ലഭിച്ചത്. മികച്ച നടി ചിന്നു ചാന്ദിനി നായരാണ്. വിശേഷം എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച സംവിധായകൻ ചിദംബരമാണ്. ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. മികച്ച ഗായകൻ വേടനാണ്. കൊണ്ടൽ, മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങളിലെ വേടൻ്റെ കൃതികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ ആസിഫ് അലി, മികച്ച നടി ചിന്നു ചാന്ദിനി നായർ, മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ, മികച്ച സംവിധായകൻ ചിദംബരം, മികച്ച ഗായകൻ വേടനുമാണ്. അപ്പോൾ നമ്മൾ 6 പാർട്ടുകളായി 2025 ജൂലൈയിലെ പ്രധാനപ്പെട്ട PSC ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളൊക്കെ നോക്കി. കഴിഞ്ഞ പാർട്ടുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്